نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها الناس أوصيكم وإياي أولا بتقوى الله ഏറെ ബഹുമാനപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികൾ, നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് മുത്തഖികളായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ദുനിയാവിൽ മനുഷ്യനെ ജീവിക്കാൻ എല്ലാ സൗകര്യങ്ങളോടു കൂടിയും സജ്ജീകരിച്ച് നിയോഗിക്കുകയുണ്ടായി ദുനിയാവിൽ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ വെറുതെ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച്, മനുഷ്യന്റെ ഇച്ഛക്കനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു വിട്ടിട്ടില്ല. മറിച്ച് വളരെ വ്യക്തമായ സുതാര്യതയുള്ള ഒരു ജീവിത രേഖ അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യർക്ക് നൽകി. എന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പനയും വന്നു. അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്റകൂ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ ദുനിയാവിൽ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതേപോലെ മറ്റു ചില ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നത്, മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു തആല ദുനിയാവിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും എന്നിട്ടൊരു മാർഗനിർദ്ദേശം നൽകാതെ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ദുനിയാവിൽ അവനെ വെറുതെ വിടുമെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടോ, വിചാരിക്കുന്നുണ്ടോ? ഇല്ല. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്കെല്ലാവർക്കും എല്ലാ കാലഘട്ടത്തിലും ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു ജീവിത രേഖ അള്ളാഹു സമർപ്പിച്ചിട്ടുണ്ട് അടിമകൾക്ക് വേണ്ടി. അത് അള്ളാഹു ഈ അടിമകളോട് കാണിക്കുന്ന കാരുണ്യമാണ്, വെറുതെ വിട്ടതല്ല മനുഷ്യനെ. വളരെ വ്യക്തമായ ഒരു ഖുർആൻ അള്ളാഹു മനുഷ്യർക്ക് ഇറക്കി കൊടുത്തു. എന്നിട്ട് ആ ഖുർആൻ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം, അതെങ്ങനെ നിങ്ങൾ തിരിച്ചറിയണം, എങ്ങനെ പഠിക്കണം എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല ദൂതന്മാരെയും നിയോഗിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകനായി നിയോഗിച്ചു. എന്തിന്? ആ ഖുർആൻ, ആ ജീവിത രീതി, ദുനിയാവിൽ എങ്ങനെ മനുഷ്യൻ ജീവിക്കണമെന്ന ജീവിത രീതി പഠിപ്പിക്കാൻ. എങ്ങനെയാണ് ദീനുൽ ഇസ്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നതുപോലെ. അതുകൊണ്ടാണല്ലോ പണ്ഡിതന്മാര് പറയാറുള്ളത്,
അസ്സുന്നത്തു മുഫസ്സിറത്തുൻ ലിൽ ഖുർആൻ. ഹദീസ് എന്നുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം എന്നുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ അത് പ്രാബല്യത്തിൽ വരുത്തുന്നുള്ള ജീവിത രീതിയാണ്. എങ്ങനെയാണ് ഖുർആൻ? അതിന്റെ പരിഭാഷയാണ് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം. ആ ഖുർആനിൽ പറയപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾ പ്രാവർത്തികമാക്കണം, അത് പഠിപ്പിക്കുന്നതാണ് പരിശുദ്ധ സുന്നത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ദീനുൽ ഇസ്ലാമിനെ മനുഷ്യർക്ക് അവിടെ മുസ്ലിം എന്നില്ല, ക്രിസ്ത്യൻ എന്നില്ല, ജൂതൻ എന്നില്ല, മതമില്ലാത്തവൻ എന്നില്ല, മാലോകർക്ക് മുഴുവനും റസൂലുള്ളാഹി തങ്ങളുടെ ബിഅസത്തോടുകൂടി മുമ്പ് നൽകപ്പെട്ട കിതാബുകൾ മൻസൂഖായി, അത് ഉയർത്തപ്പെട്ടു, അത് കാലഹരണപ്പെട്ടു പോയി. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇനി ഉമ്മത്തിലേക്ക് മൂസാ നബി വരികയാണെങ്കിൽ മൂസാ നബി പിൻപറ്റേണ്ടതും നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളമായി റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു നുസൂലു ഈസ അലൈഹിസ്സലാം. ഈസ അലൈഹിസ്സലാം ഭൂമി ലോകത്തേക്ക് തിരിച്ചു വരികയും എന്നിട്ട് വർഷങ്ങളോളം രാജ്യം ഭരിക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കിതാബ് നൽകപ്പെട്ട പ്രവാചകനാണ്, മുർസലാണ്. എന്നാൽ കൂടി ഇനി ദുനിയാവിലേക്ക് മടങ്ങി വന്നാൽ റസൂലുള്ളാഹി തങ്ങളുടെ ചര്യ മാത്രമേ പിൻപറ്റാൻ പറ്റൂ, റസൂലുള്ളാഹി തങ്ങളുടെ ശരീഅത്ത് മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റൂ. ഞാനൊരു നബിയാണ്, ഞാനൊരു മുർസലാണ്, എനിക്കൊരു കിതാബ് നൽകപ്പെട്ടിട്ടുണ്ട്, ഒരു പ്രസക്തിയുമില്ല. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ പ്രവേശനത്തോടുകൂടി, റസൂലുള്ളാഹി തങ്ങളുടെ ബിഅസത്തോടുകൂടി, റസൂൽ പ്രവാചകനായി വരുന്നതോടുകൂടി മുമ്പ് നൽകപ്പെട്ട കിതാബുകളും മുമ്പ് നൽകപ്പെട്ട ശരീഅത്തുകളും അള്ളാഹു മൻസൂഖാക്കി, കാലഹരണപ്പെട്ടു പോയി, അത് അള്ളാഹു ഒഴിവാക്കി. ഇനി ബാക്കിയാകുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ ഈ ശരീഅത്ത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരേപോലെ, ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുന്നവനെ പോലെ, ഒരേ നാട്ടിൽ ജീവിക്കുന്നവനെ പോലെ, ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ അള്ളാഹുവിന്റെ നിയമങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അത് പഴഞ്ചൻ നിയമങ്ങളാണെന്നോ അതല്ലെങ്കിൽ വരുന്ന തലമുറക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്തതാണെന്നോ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് ഇറക്കി തന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് സമാധാനത്തിന്റെ മതമാണ്, സമാധാനം ആഗ്രഹിക്കുന്നവരുടെ മതമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആവർത്തിച്ച് മുഅ്മിനീങ്ങളോട് പറയുകയുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹുടെ അഭിസംബോധന ചെയ്യുന്നത്, സംസാരിക്കുന്നത് മുഅ്മിനീങ്ങളോടാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, വിശ്വസിച്ചവരെ. അല്ലേ? പരിശുദ്ധ ഖുർആനിൽ 3 രൂപത്തിലുള്ള ഖിതാബാത്താണ് കാണാൻ സാധിക്കുന്നത്, 3 രൂപത്തിലുള്ള അഭിസംബോധനകൾ. അതിലൊന്ന് യാ അയ്യുഹന്നാസ്, എല്ലാ ജനങ്ങളെയും വിളിച്ചുകൊണ്ടുള്ള അഭിസംബോധന. അവിടെ കാഫിർ എന്നില്ല, മുഅ്മിൻ എന്നില്ല, മുസ്ലിം എന്നില്ല, മുനാഫിഖ് എന്നില്ല, മതമില്ലാത്തവനും മതമുള്ളവനും എന്നില്ല, എല്ലാവരെയും മനുഷ്യൻ എന്ന അഡ്രസ്സിൽ അള്ളാഹു എല്ലാവരെയും അഭിസംബോധന ചെയ്യും. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉഅ്ബുദു റബ്ബക്കും, ഒന്നാമത്തെ കൽപ്പന, അതെല്ലാവർക്കും ബാധകമാണ്. രണ്ടാമത്തെ അഭിസംബോധന യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അത് വിശ്വാസികൾക്ക് മാത്രം ബാധകമാണ്. മൂന്നാമത്തത് യാ അയ്യുഹല്ലദീന കഫറു, അവിശ്വാസികളെ, അവിശ്വാസികൾ എല്ലാവരും പെട്ടു, മുഅ്മിനീങ്ങളല്ലാത്ത, മുസ്ലിമീങ്ങളല്ലാത്ത എല്ലാവരും അതിൽപ്പെട്ടു. ഇങ്ങനെ 3 രൂപത്തിലുള്ള അഭിസംബോധനയാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ആ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ സമാധാനത്തിൽ പ്രവേശിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അള്ളാഹു മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു നിങ്ങൾ സമാധാനത്തിലേക്ക് പ്രവേശിക്കണം. എന്താണ് ആ സമാധാനം കൊണ്ടുള്ള ഉദ്ദേശം? മുഅ്മിനീങ്ങളോട് ഒരിക്കലും അള്ളാഹു മുഅ്മിൻ ആകണമെന്ന് പറയൂല, മുസ്ലിമീങ്ങളോട് ഒരിക്കലും അള്ളാഹു നിങ്ങൾ മുസ്ലിം ആകണമെന്ന് പറയൂല. പിന്നെ എന്താണ് ഇവിടെ സിൽമ കൊണ്ടുള്ള ഉദ്ദേശം? പണ്ഡിതന്മാർ വിശദീകരിച്ചു, അവിടെ ഉദ്ദേശിക്കുന്നത് ദീനുൽ ഇസ്ലാം, നിങ്ങൾ പരിപൂർണ രൂപത്തിൽ ദീനുൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. മുഅ്മിൻ എന്ന് പേര് കൊണ്ട് പറഞ്ഞാൽ പോരാ, ഞാനൊരു മുസ്ലിമാണെന്ന് നാമധാരം കൊണ്ട് പറഞ്ഞാൽ പോരാ. എന്റെ പേര് മുസ്ലിമിന്റെ പേരാണ്. ഒരു മുസ്ലിം, ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് മാത്രം പോരാ നിങ്ങൾ അഡ്രസ്. നിങ്ങൾ മുസ്ലിം ആയിരിക്കണം, മുഅ്മിൻ ആയിരിക്കണം, നിങ്ങൾ പിൻപറ്റേണ്ടത് ഖുർആനും സുന്നത്തുമായിരിക്കണം, യഥാർത്ഥ വിശ്വാസികളെ നിങ്ങൾ ജീവിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് സമാധാനത്തിന്റെ മതമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളും ദീനുൽ ഇസ്ലാമിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയകളിൽ
മുസ്ലിം അത് മതഭ്രാന്താണെന്നും മുസ്ലിമീങ്ങൾ ഭീകരവാദികളാണെന്നും പറഞ്ഞു പരത്തുന്ന രൂപത്തിൽ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാം എന്നത് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും മതം മാത്രമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഈ ഹദീസിന്റെ പ്രസക്തി ഇപ്പോൾ നമുക്ക് തിരിച്ചറിയേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മുസ്ലിം, യഥാർത്ഥ വിശ്വാസി എന്നുള്ളത്, ഒരാൾ യഥാർത്ഥ മുഅ്മിനാകുന്നത്, യഥാർത്ഥ മുസ്ലിം ആകുന്നത്, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഒരാളുടെ കൈകാലുകളിൽ നിന്നും ഒരാളുടെ നാവിൽ നിന്നും മറ്റുള്ളവർ നിർഭയത്വമുള്ളവരായാൽ, അതായത് ഒരു മുസ്ലിമിന്റെ ഉപദ്രവം ഇല്ലാത്ത രൂപത്തിൽ മറ്റുള്ളവർ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന പക്ഷം അവരാണ് യഥാർത്ഥ വിശ്വാസി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നിങ്ങൾ ഏതൊരു കാലഘട്ടത്തിലാണോ നിങ്ങളുടെ കൈകാലുകളിൽ നിന്നും നാവിൽ നിന്നും മറ്റുള്ള മുസ്ലിമീങ്ങൾ സുരക്ഷിതരാകുന്നത്, അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികൾ ആകുകയുള്ളൂ എന്ന്. അതേപോലെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അടിക്കടി എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, മുഅ്മിനീങ്ങളോട് പറഞ്ഞ കാര്യമാണ്, മുസ്ലിമിന്റെ വിശേഷണമാണ്, ഒരു മുഅ്മിനിന്റെ ഗുണമാണ്. അല്ലാഹു എടുത്തു പറഞ്ഞു, വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, ദുനിയാവിൽ നിങ്ങൾ കുഴപ്പങ്ങൾ ആഗ്രഹിക്കരുത്, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ പരിശ്രമിക്കരുത്, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ പണിയെടുക്കരുത്. നിങ്ങൾ ഈ കുഴപ്പത്തിന്റെ ആൾക്കാരായി മാറാൻ പാടില്ല, നിങ്ങൾ സമാധാനത്തിന്റെ ആൾക്കാരാകണം. കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, ദുനിയാവിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്നതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുകയാണ്. ദുനിയാവിൽ ഏറ്റവും വലിയ ഫസാദായി അല്ലാഹു തന്നെ ഖുർആനിൽ പരിചയപ്പെടുത്തിയത് സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ. ഒന്നാമത്തെ കാര്യം, ദുനിയാവിൽ ഏറ്റവും വലിയ ഫസാദ് ഒന്ന് ശിർക്കാണ്, നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ സൂചിപ്പിച്ചതുപോലെ. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഖത്ലാണ്, കൊലയാണ്. ഷിർക്കിനേക്കാൾ ഷിർക്ക് പറഞ്ഞതിന് ശേഷം അതേപോലെ ഗൗരവത്തോടു കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ കൊലകളെ സംബന്ധിച്ച് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ, ഒരു മുസ്ലിമിനെ ചീത്ത വിളിക്കുന്നത്, ഒരു മുസ്ലിമിനെ മോശപ്പെട്ട രൂപത്തിൽ സംസാരിക്കുന്നത്, അത് ഫിസ്ഖാൻ, കാപട്യമാണ്, പാടില്ലാത്തതാണ്. വഖിതാലുഹു കുഫ്റുൻ, ഒരു മുസ്ലിമിനെ അകാരമായി കൊല ചെയ്യുന്നത് അത് കുഫ്റാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, കൊല എന്നുള്ളത് വളരെ മോശപ്പെട്ട പ്രവൃത്തിയായിട്ടാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പരിചയപ്പെടുത്തുന്നത്. ഷിർക്കിന് ശേഷം ഏറ്റവും ഗൗരവപ്പെട്ട തിന്മയായി, വൻപാപമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊലയെ സംബന്ധിച്ച് പഠിപ്പിച്ചത്, അല്ലേ? ഒരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഇജ്തനിബു സബഅൽ മുബിഖാത്ത്, നിങ്ങളെ നശിപ്പിച്ചു കളയുന്ന, നിങ്ങളെ ഇല്ലാതാക്കി കളയുന്ന 7 വൻ പാപങ്ങൾ നിങ്ങൾ വർജിക്കേണ്ടതുണ്ട്, ഒഴിവാക്കേണ്ടതുണ്ട്. ഒന്ന്, അൽ ഇശ്റാഖു ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. നമ്മൾ കഴിഞ്ഞ 2-3 ഖുതുബകൾ സൂചിപ്പിച്ചതുപോലെ ഈ ശിർക്ക് എന്ന മഹാപാപം നിങ്ങളുടെ ജീവിതം ഒഴിവാക്കേണ്ടതാണ്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഖത്ലുൻ നഫ്സ്, മനുഷ്യനെ അകാരമായി കൊല ചെയ്യലാണ്. മനുഷ്യൻ 2 രൂപത്തിലാണ്, ഒന്ന് മുസ്ലിം, മറ്റൊരു ഗൈറു മുസ്ലിം. രണ്ടുപേരോടും ഏതൊരു നിലപാടാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ദീൻ എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, ചില ആൾക്കാരൊക്കെ തെറ്റിദ്ധരിച്ചതുപോലെ അത് പള്ളിയിലും മിഹ്റാബിലും അതേപോലെ വീട്ടിന്റെ ഉള്ളിലെ നിക്കാഹും തലാഖുമായി കഴിയേണ്ടതല്ല ദീനുൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ഓരോ മേഖലകളിലും, രാഷ്ട്രീയ മേഖലയായാലും സാമൂഹിക മേഖലയായാലും കുടുംബ മേഖലയായാലും സാമ്പത്തിക മേഖലയായാലും അവന്റെ വൈവാഹിക ജീവിത മേഖലയായാലും ഓരോന്നിലും ഇസ്ലാമിന്റെ അധ്യാപനം നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ഒരു പള്ളിയിലും മിഹ്റാബിലും നോമ്പിലും സക്കാത്തിലും ഹജ്ജിലൊന്നും അവസാനിക്കുന്നതല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കാലഘട്ടത്തിലെ 2 വൻ സാമ്രാജ്യങ്ങളായ റോമിന്റെയും പേർഷ്യയുടെയും രാഷ്ട്രീയ കാര്യങ്ങൾ വരെ പരിശുദ്ധ ഖുർആൻ അല്ലാഹു ചർച്ച ചെയ്തിട്ടുണ്ട്. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫി അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. ഇതിന്റെ തഫ്സീർ നമ്മൾ വായിക്കണം, ഇതിന്റെ തഫ്സീർ പഠിക്കണം. ഒരു കാലഘട്ടത്തിൽ, മക്ക ജീവിത കാലഘട്ടത്തിൽ മുഅ്മിനീങ്ങൾ പ്രയാസപ്പെടുകയാണ്. 4 ഭാഗത്തുനിന്നും മുസ്ലിമീങ്ങളെ തൗഹീദിന്റെ പേരിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പീഡനങ്ങൾ സഹിക്കുന്ന മുഅ്മിനീങ്ങളോട് അല്ലാഹു പറയുന്നത്, ആ കാലഘട്ടത്തിലെ വൻ സാമ്രാജ്യങ്ങളായ 2 സാമ്രാജ്യ ശക്തികളെ സംബന്ധിച്ച്, റോമിനെയും പേർഷ്യയുടെയും രാഷ്ട്രീയ സഖ്യകക്ഷികളെ സംബന്ധിച്ച്
അവരുടെ യുദ്ധങ്ങളെ സംബന്ധിച്ച് അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, ദീൻ എന്ന് പറയുന്നത് കേവലം നിക്കാഹിലും തലാഖിലും പള്ളികളിലും അവസാനിക്കുന്നതല്ല. മുഅ്മിനിന്റെ ഓരോ ജീവിത മേഖലകളിലും ഇസ്ലാം ഇടപെടുന്നുണ്ട്. ഓരോ മേഖലകളിലും അവർക്ക് ഇസ്ലാം അതിന് യോജ്യമായ അധ്യാപനങ്ങൾ നൽകുന്നുണ്ട്. അതേപോലെ മുസ്ലിം എങ്ങനെയായിരിക്കണം മുസ്ലിമിനോട് പെരുമാറേണ്ടത്, എങ്ങനെയായിരിക്കണം ഒരു മുസ്ലിം അമുസ്ലിമിനോട് പെരുമാറേണ്ടത്, ദീനുൽ ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്ന സൂറത്തുൻ നിസാ അല്ലാഹ് പറയാൻ, നിങ്ങൾ മുഅ്മിനീങ്ങളെ കൊല ചെയ്യാൻ പാടില്ല, അത് വളരെ മോശപ്പെട്ട പ്രവൃത്തിയും റബ്ബിന്റെ അടുക്കൽ ഗുരുതരമുള്ള പാപവുമാണ്. ഷിർക്ക് പറഞ്ഞതിന് ശേഷം രണ്ടാമതായി അല്ലാഹ് എടുത്തു പറഞ്ഞ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയാൻ, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ. 3-4 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദ, ഒരാൾ മനഃപൂർവ്വം ഒരു മുസ്ലിമിനെ കൊല ചെയ്താൽ, ഒരു മുസ്ലിമിനെ ഒരാൾ കൊല ചെയ്താൽ, ഫജസാഉഹു, അവന്റെ പ്രതിഫലം ജഹന്നം, നരകമാകുന്നു, ഖാലിദൻ ഫീഹ, അവൻ ആ നരകത്തിൽ ശാശ്വതനായിരിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് വഗളിബല്ലാഹു അലൈഹി, അവന്റെ മേൽ അള്ളാഹുവിന്റെ കോപമുണ്ടാകും, ദേഷ്യമുണ്ടാകും. മൂന്നാമത്തത് വലഅനഹു, അള്ളാഹു അവനെ ശപിക്കും. 3 കാര്യങ്ങളെ, 1 നരകം, 2 അള്ളാഹു അവന്റെ കോപം അവനെ പ്രകടിപ്പിക്കും, 3 അള്ളാഹുവിന്റെ ലഅനത്ത് ആ മനുഷ്യന്റെ മേലുണ്ടാകും. നാലാമത് അള്ളാഹു പറഞ്ഞത് വഅഅദ്ദ ലഹു അദാബൻ അദീമ, വമ്പിച്ച ശിക്ഷ അള്ളാഹു അവന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, കൊല ചെയ്യുന്നവന് തൗബയുണ്ടോ എന്ന്, മനുഷ്യനെ കൊല്ലുന്നവന് തൗബയുണ്ടോ എന്ന്. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, കൊല ചെയ്യുന്ന തൗബയില്ല, ഓൻ കാലാകാലം നരകത്തിലാണ്. അദ്ദേഹം തിരിച്ചുപോയി. കൂടെ ഇരുന്ന സഹാബാക്കളൊക്കെ ചോദിച്ചു, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിശദീകരിച്ചിട്ടില്ലേ, ശിർക്കല്ലാത്ത മറ്റെല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും, നിങ്ങൾ തൗബ ചെയ്താൽ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. അതേപോലെ റസൂലുള്ളാഹിയുടെ ഒരുപാട് ഹദീസുകളില്ലേ, ശിർക്കല്ലാത്ത മറ്റു പാപങ്ങൾ തൗബയിലൂടെ അള്ളാഹു പുറത്തു കൊടുക്കുന്നതായി ഒരുപാട് ഹദീസുകളും ഇല്ലേ. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഇൽമാണ്, ഞാനിപ്പോ ചെയ്തത് ഫത്വയാണ്. കാരണം ആ മനുഷ്യൻ വന്നതും ചോദിച്ചതും അദ്ദേഹത്തിന്റെ രൂപത്തിൽ മനസ്സിലാകുന്നത് ദേഷ്യത്തിലാണുള്ളത്. ഒരാളെ കൊല്ലുന്ന ദേഷ്യത്തിൽ, ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്നിരിക്കുന്നത്. അവനോട് നിങ്ങൾ പറയേണ്ടത് തൗബ ഇല്ല എന്നുള്ളതാണ്. ഇത് അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. അത്ര ഗൗരവത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല കൊലയെന്ന മഹാപാപത്തെ പരിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചത്. അല്ലേ, നരകമുണ്ടെന്ന് പറഞ്ഞാൽ മതിയാകുന്നതാണ്. പക്ഷെ അള്ളാഹു അതിന്റെ കൂടെ 3 കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞു. 1 അവൻ അള്ളാഹുവിന്റെ കോപമുണ്ടാകും, 2 അള്ളാഹുവിന്റെ ലഅനത്ത് അവന്റെ മേലുണ്ടാകും, 3 നരകത്തിൽ അള്ളാഹു വമ്പിച്ച ശിക്ഷ അവന് വേണ്ടി ഒരുക്കി വെക്കുന്നതാണ്. ഇതാണ് ഒരു മുസ്ലിമിനെ കൊന്നാലുള്ള നിലപാടായി അള്ളാഹു വിശദീകരിച്ചത്. അതേപോലെ പരിശുദ്ധ ഖുർആൻ മറ്റൊരായത്തിൽ കാണാം, അള്ളാഹു പറയുകയാണ്, ഒരാളൊരു മനുഷ്യനെ കൊന്നാൽ ജനങ്ങളെ മുഴുവനും കൊല്ലുന്നതിന് തുല്യമാണ്. എന്തുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം. കാരണം ഒരു കൊലയിലൂടെ സമൂഹത്തിൽ വിപ്ലവങ്ങൾ ഉണ്ടാകാം, ഒരു കൊലയിലൂടെ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാകാം, ഒരു കൊലയിലൂടെ സമൂഹത്തിൽ മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ട് പ്രശ്നങ്ങളും അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകളും നാട്ടിലുണ്ടാകാം, കലാപങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ഒരാളെ കൊന്നാൽ ജനങ്ങളെ മുഴുവനും കൊല്ലുന്നത് തുല്യമാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ, ഒരാൾ അകാരമായി ഒരു മനുഷ്യനെ, ഒരു നഫ്സിനെ, ഒരു ആത്മാവിനെ കൊന്നാൽ, ഔ ഫസാദിൻ ഫിൽ അർദ്, അല്ലെങ്കിൽ ദുനിയാവിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാൽ, കലാപങ്ങൾ ഉണ്ടാക്കിയാൽ, വിപ്ലവങ്ങൾ ഉണ്ടാക്കിയാൽ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ നിങ്ങൾ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ, ഫകഅന്നമാ ഖതല അന്നാസ ജമീഅൻ, സകല മനുഷ്യരെയും കൊന്നതിന് തുല്യമാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. ഇതാണ് പ്രിയമുള്ളവരെ ഒരു മുസ്ലിമിന്റെ കൊലയുമായി പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. രണ്ടാമത്തത് അമുസ്ലിമുകളുടെ ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ മുസ്ലിമുകളുടെ നിലപാടാണ്. നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങൾ. അമുസ്ലിമീങ്ങളോട് ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യൻ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാജ്യമല്ല. ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഒരു അമുസ്ലിം രാഷ്ട്രമല്ല, ഒരു ഹിന്ദു രാജ്യമല്ല. മറിച്ച് ഇന്ത്യ രാജ്യം അത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരൻ്റെതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മുസ്ലിമും ആ ജീവിക്കുന്ന ഓരോ മനുഷ്യരായിട്ടും കരാറിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യർ
മതം നോക്കാതെ, അതേപോലെ തന്നെ രാഷ്ട്രീയം നോക്കാതെ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കും. ഒന്ന്. രണ്ടാമത്തത്, ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും പരസ്പരം അവരുടെ ജീവനും സമ്പത്തും സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കും. ഇന്ത്യയിൽ അകാരമായ ഒരാൾ കൊല്ലാൻ നമുക്ക് അനുവാദമില്ല. അത് അമുസ്ലിം ആയാലും മുസ്ലിം ആയാലും. ഇന്ത്യയിൽ ഒരു മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ അവന്റെ സമ്പത്ത് അപഹരിക്കാൻ നമുക്ക് അനുവാദമില്ല. കാരണം നമ്മൾ ഒരു കരാറിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മുസ്ലിം രാഷ്ട്രമല്ല, ഒരു ഹിന്ദു രാഷ്ട്രവുമല്ല, മറിച്ച് ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം അവിടെ ജീവിക്കുന്ന മറ്റു മതസ്ഥരോട് ഒരു കരാർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരസ്പരം ജീവനും സമ്പത്തും സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് എന്നുള്ളൊരു കരാർ. നമ്മൾ മനസ്സിലാക്കണം ചില കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 3 രൂപത്തിലാണ് അമുസ്ലിമിനെ വിശദീകരിച്ചത്. റസൂലുള്ളാഹിയുടെ ഹദീസുകളിൽ കാണാം. ഈ കാര്യങ്ങളൊക്കെ പണ്ഡിതന്മാരോട് ഫിഖഹിന്റെ കിതാബുകളിലും ചർച്ച ചെയ്തിട്ടുണ്ട്. 3 രൂപത്തിലാണ് അമുസ്ലിമിനെ വേർതിരിച്ചത്. ഒന്ന് ദിമ്മിയാണ്, രണ്ടാമത്തെ മുആഹദാൻ അല്ലെങ്കിൽ മുസ്തഅ്മിനാണ്, മൂന്നാമത്തത് ഹർബിയാണ്. ദിമ്മിയും മുസ്തഅ്മിനും മുആഹദും എന്ന് പറയുന്നത്, ദിമ്മി എന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കീഴിൽ ജീവിക്കുന്ന അമുസ്ലിം. ആ അമുസ്ലിമിനെ കൊല്ലാൻ പാടില്ല, അവന്റെ സമ്പത്ത് അപഹരിക്കാനും പാടില്ല, അവന്റെ ജീവനും സമ്പത്തും സുരക്ഷിതമായി സംരക്ഷിക്കുമെന്ന് ആ ഇസ്ലാമിക രാഷ്ട്രം അവൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. അതാണ് ദിമ്മി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അതില്ല. രണ്ടാമത്തത് മുആഹദാൻ, കരാറിൽ ഏർപ്പെടുന്നവർ. ഒരു മുസ്ലിം രാഷ്ട്രവും അമുസ്ലിം രാഷ്ട്രവും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടും. നമ്മൾ തമ്മിൽ യുദ്ധം പാടില്ല, നമ്മൾ തമ്മിൽ കച്ചവട ബന്ധമുണ്ടാകണം, നമ്മൾ തമ്മിൽ പരസ്പരം ഒരു ധാരണയിൽ മുന്നോട്ട് പോകണം എന്ന് കരാറിൽ ഏർപ്പെടുന്നവർ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തിട്ടുണ്ട്. ഖൈബറിലെ ജൂതന്മാരുമായി റസൂലുള്ളാഹി തങ്ങൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതേപോലെ മറ്റുള്ള ജൂത ഗോത്രങ്ങളും അതേപോലെ ഖുറൈശികളുമായി റസൂൽ ഹുദൈബിയ സന്ധി ഏർപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമുസ്ലിമുകളുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിം ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുമായി കരാറിലാണ്. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ജീവനും നമ്മൾ പരസ്പരം സംരക്ഷിക്കണം എന്നൊരു കരാർ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖതല മുആഹദൻ, പരസ്പരം കരാറിൽ ജീവിക്കുന്ന ഒരാൾ മറ്റൊരാളെ കൊല്ലുകയാണെങ്കിൽ ലം യുരിഹ് റായിഹത്തൽ ജന്ന, അവന് സ്വർഗ്ഗത്തിന്റെ മണം പോലും ആസ്വദിക്കാൻ സാധ്യമല്ല. കാരണം മുസ്ലിമീങ്ങൾ ഔഫൂ ബിൽ ഉഖൂദ്, അവർ കരാറുകൾ പാലിക്കുന്നവരാണ്, കരാറുകൾ വഞ്ചന കാണിക്കാത്തവരാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പരസ്പരം കരാറിൽ ജീവിക്കുന്ന ഒരാളെ കൊല്ലുകയാണെങ്കിൽ ലം യുരിഹ് റായിഹത്തൽ ജന്ന, അവന് സ്വർഗ്ഗത്തിന്റെ മണം പോലും ആസ്വദിക്കാൻ പറ്റുകയില്ല. വ ഇന്ന റീഹഹാ തൂജദു ഫി മിൻ മസീറത്തി 40 ആമ, സ്വർഗ്ഗത്തിന്റെ മണമാകട്ടെ 40 വർഷം യാത്ര ചെയ്യുന്ന വഴിദൂരം വരെ അതിന്റെ മണം അടിച്ചു വീശുന്നതാണ്. അതുപോലും ആസ്വദിക്കാൻ അവനെ കൊണ്ട് സാധിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം ഹർബിയാണ്, മുസ്ലിമീങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടവർ. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മൾ കാണുന്നതൊക്കെ. പരിശുദ്ധ ഖുർആനിൽ കാഫിര്യങ്ങളെ കൊല്ലാനും അതേപോലെ മുനാഫികളെ കൊല്ലാനും മുശ്രിക്കുകളെ കൊല്ലാനും കൽപ്പിച്ചിട്ടുള്ളത് അത് മുസ്ലിമീങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹർബിയുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഒരു സഹാബി ഒരു യുദ്ധത്തിനിടയിൽ ഒരു മനുഷ്യനെ കൊന്നു. സഹാബി റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയാണ്, റസൂലേ, നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാള് ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നു. അവസാനം അദ്ദേഹം എന്റെ മുമ്പിൽ അകപ്പെട്ടു. ഞാൻ അദ്ദേഹത്തെ കൊല്ലുമെന്നായപ്പോ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ഷഹാദത്ത് പറഞ്ഞു, മുസ്ലിമായി. പക്ഷെ ഞാൻ അദ്ദേഹത്തെ കൊന്നു. കാരണം അദ്ദേഹം ഷഹാദത്ത് പറഞ്ഞത്, മുസ്ലിമായത് എന്റെ കൊലയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം മാറി, മുഖം ചുവന്നു. അല്പം ദേഷ്യത്തോടുകൂടി സങ്കടത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് ചോദിച്ചു, മുആദ് ജബർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി അദ്ദേഹത്തോട് ചോദിച്ചു, മുആദേ, ആ കൊല ചെയ്യപ്പെട്ട മനുഷ്യൻ നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുമായി വരികയാണെങ്കിൽ നീ എന്താണ് റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചില കരാറുകൾ ഏർപ്പെട്ടവർ പരസ്പരം കലാപത്തിൽ ഏർപ്പെടാൻ പാടില്ല. നമുക്ക് അള്ളാഹു അനുവാദം നൽകിയത് ഹർബിയുമായി യുദ്ധം ചെയ്യാനുള്ളതാണ്. ആ ഒരു കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് അത് കലാപത്തിന്റെയോ അതല്ലെങ്കിൽ ഭീകരവാദത്തിന്റെയോ മതമല്ല. അതല്ല ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. സമാധാനത്തിന്റെയും അതേപോലെ ശാന്തിയുടെയും സന്ദേശമാണ് ദീനുൽ ഇസ്ലാം ലോകത്തോട് വിളിച്ചു പറയുന്നത്. അതിന് തെളിവായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയാറുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിയോഗത്തെ സംബന്ധിച്ച് നിയോഗത്തെ സംബന്ധിച്ച്
പരിശുദ്ധ ഖുർആൻ അല്ലാഹു വിശദീകരിച്ചത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഭൂമിലോകത്ത് ജീവിക്കുന്ന സകലർക്കും കാരുണ്യമായിട്ടാണ് റസൂലുള്ളാഹി തങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് സമാധാനമാണ്. എന്നാൽ അതിൻ്റെതായ ചില മേഖലകളിൽ ദീനുൽ ഇസ്ലാം മറ്റു ചില യുദ്ധങ്ങളും കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇന്ത്യ പോലെ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യൻ നമ്മൾ ഒരിക്കലും ഇടപെടേണ്ട കാര്യങ്ങളല്ല. അത് അതിന്റെ നിലക്ക് പണ്ഡിതന്മാർ ചർച്ച ചെയ്യും, അതിന്റെ നിലക്ക് പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യും. സാധാരണ ജനങ്ങൾ എന്നുള്ളവർ അവർ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, വികാരത്തെക്കാൾ ഇൽമിനെയും അറിവിനെയും നമ്മൾ മുന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ അന്നി വഅൻകും വഅൻ ജമീഇൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഏറെ ബഹുമാനപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികൾ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അത് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് ദീനുൽ ഇസ്ലാം ഒരിക്കലും കലാപത്തെയും അതേപോലെ തന്നെ പ്രശ്നങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല, മറിച്ച് സമാധാനവും ശാന്തിയും മാത്രമാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ചില ആൾക്കാരൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുമ്പോൾ നമ്മൾ കൈകെട്ടി നോക്കി നിൽക്കാതെ അങ്ങോട്ട് ആക്രമിക്കണ്ടേ എന്ന ചില വാദങ്ങൾ. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ 13 വർഷം ജീവിച്ചിട്ടുണ്ട്. ഈ 13 വർഷവും മുസ്ലിമീങ്ങൾ പല രൂപത്തിലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, പല രൂപത്തിലും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, പല രൂപത്തിലും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ജിഹാദ് നിയമമാക്കിയിട്ടില്ല. 13 വർഷത്തിന് ശേഷം റസൂലുള്ളാഹി തങ്ങൾ മക്കത്ത് നിന്നും മദീനത്തേക്ക് ഹിജറ പോയി. മദീനയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചു, മുഅ്മിനീങ്ങൾ ശക്തിയാർജിച്ചു. അതിനുശേഷം ഹിജറ 2-ാം വർഷമാണ് ജിഹാദ് നിയമമാക്കുന്നത്. ഇതേ കാര്യമാണ് പ്രിയമുള്ളവരെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങളും കൈകൊള്ളേണ്ട ചില നിലപാടുകൾ. നമ്മളിവിടെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടാൽ, അതല്ലെങ്കിൽ ഇവിടെ വിപ്ലവത്തിന് വേണ്ടി പുറപ്പെട്ടാൽ മുഅ്മിനീങ്ങൾ പീഡിപ്പിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുക എന്നതല്ലാതെ മറ്റൊരു നേട്ടങ്ങളും മുസ്ലിമുകൾക്ക് നേടാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മുസ്ലിം രാഷ്ട്രത്തിൽ ജീവിക്കുന്ന തലയെടുപ്പുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നത്, മുസ്ലിമീങ്ങൾ ഇവിടെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് അവർക്ക് അല്ലാഹു നൽകിയ ഈ രാജ്യത്ത് നൽകിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് സഅദി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ കിതാബിൽ തഫ്സീർ സഅദി എന്ന് പറയുന്ന കിതാബിൽ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, സൂറത്ത് ഹൂദിൽ അല്ലാഹു സുബ്ഹാനഹു തആല ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു ശുഐബ് നബി പറയുകയാണ്, ശുഐബ് നബി ദഅവത്തിന് വേണ്ടി രംഗത്തിറങ്ങി. ആ നാട്ടുകാർ ശുഐബ് നബിയെ കല്ലെറിഞ്ഞ് ഓടിച്ചു. ആ സമൂഹം ശുഐബ് നബിയോട് പറയുന്ന ചില വാക്കുകൾ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വലൗലാ റഹ്തുക ലറജംനാക്. ശുഐബേ, നിന്റെ സമുദായം ഇല്ലായിരുന്നുവെങ്കിൽ, നിന്റെ നാട്ടുകാരില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ശുഐബിനെ കല്ലെറിഞ്ഞ് കൊല്ലുമായിരുന്നു എന്നാണ് ശുഐബ് നബിയുടെ ശത്രുക്കൾ ശുഐബ് നബിയോട് പറയുന്ന ചില വാക്കുകൾ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സഅദി റഹ്മഹുല്ല, അദ്ദേഹം ആധുനികനായ പണ്ഡിതനാണ്, അദ്ദേഹം പറയുകയാണ്, യഥാർത്ഥത്തിൽ ഈ ആയത്ത് ഇന്ത്യ പോലുള്ള ഒരു മതേതരത്വ രാജ്യത്ത്, ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ കൈകൊള്ളേണ്ട ചില നിയമങ്ങളാണ് അല്ലാഹു ഇതിൽ പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു 3 കാര്യങ്ങൾ. ഒന്നെങ്കിൽ മുസ്ലിമീങ്ങൾ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്നവരായിരിക്കും, അവർക്ക് ഇസ്ലാമിന്റെ മറ്റുള്ള നിയമങ്ങൾ അമുസ്ലിങ്ങളുമായിട്ട് നിയമങ്ങളൊക്കെ ബാധകമാണ്. രണ്ടാമത്തത്, ഒരു അമുസ്ലിം രാഷ്ട്രത്തിൽ ജീവിക്കുന്നവനായിരിക്കും, അത് പാടില്ലാത്തതാണ്. അമുസ്ലിമിന്റെ അടിമയായിക്കൊണ്ട് അമുസ്ലിം പറയുന്നത് പോലെ മുസ്ലിമീങ്ങൾ ജീവിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അതാണ് അല്ലാഹു തആല ഹിജറ നിയമമാക്കിയത്. അത്തരത്തിൽ അമുസ്ലിം രാഷ്ട്രത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ അവന് മുവഹിദായി ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ എത്രയും പെട്ടെന്ന് ഹിജറ പോകണം, അതിന് സാധിക്കുന്ന നാട്ടിലേക്ക്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, ഇന്ത്യ പോലുള്ള മുസ്ലിം രാഷ്ട്രവുമല്ല അമുസ്ലിം രാഷ്ട്രവുമല്ല, മറിച്ച് മതേതരത്വ രാജ്യമായ ഒരു ഡെമോക്രസി മുന്നിൽ നിർത്തിക്കൊണ്ട് ഭരണം നടത്തുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ.
ഇവിടെ ജീവിക്കുന്ന വിശ്വാസികൾ ചില കാര്യങ്ങൾ കൈകൊള്ളേണ്ടതുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇവിടെ നമുക്ക് ജിഹാദിന് പുറപ്പെട്ട് ഇവിടുത്തെ അമുസ്ലിമീങ്ങളെ ഇല്ലാതാക്കി ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം മുസ്ലിമുകൾ ന്യൂനപക്ഷമാണ്. രണ്ടാമത്തെ കാര്യം, അതിന് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഹിജറ പോകണം. ഇവിടെ അതിന്റെ ആവശ്യമില്ല. കാരണം ഇവിടെ ഒരു മുവഹിദിന് മുവഹിദായി ജീവിക്കാൻ എല്ലാ സ്വാതന്ത്ര്യവും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെയും ആവശ്യമില്ല. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത്, ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാജ്യമാക്കി മാറ്റാൻ സാധിക്കാത്ത രൂപത്തിൽ, ജനാധിപത്യ രൂപത്തിൽ നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്നുള്ളതാണ് ഇവിടുത്തെ മുസ്ലിമുകൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യമായി ഇമാം സഅദി റഹ്മഹുല്ല പഠിപ്പിക്കുന്നത്. ഇവിടെയാണ് പ്രിയമുള്ളവരെ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഈ വോട്ട് ചെയ്യാൻ പാടില്ല, രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് ചില പണ്ഡിതന്മാർ, അവിവേകികളായ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയും നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുമുണ്ട്. നമ്മൾ വോട്ട് ചെയ്യാതെ മാറി നിന്നാൽ തീർച്ചയായും ഈ രാജ്യം ഹിന്ദു രാജ്യമാക്കി മാറ്റപ്പെടും. നമ്മൾ രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്നാൽ തീർച്ചയായും ഈ രാജ്യം ഒരു ഹിന്ദു രാജ്യമായി മാറ്റപ്പെടും. നമ്മൾ ഇനി ജിഹാദിന് വേണ്ടി പുറപ്പെട്ടാൽ തീർച്ചയായും ഇവിടെ ഈ നാട്ടിലെ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ഇന്ന് നിലവിൽ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം അതില്ലായ്മ ചെയ്യപ്പെടുകയും ചെയ്യും. തീർച്ചയായും മുസ്ലിമുകൾ ഇല്ലായ്മ ചെയ്യപ്പെടും. ഇതൊരു ഹിന്ദു രാജ്യമായി പ്രഖ്യാപിക്കപ്പെടും. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത്, ഈ രാജ്യത്തെ ഹിന്ദു രാജ്യമാക്കി മാറ്റാൻ സാധിക്കാത്ത രൂപത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുക, എന്നൊരു ജനാധിപത്യ രൂപത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് ഇമാം സഅദി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ കാര്യങ്ങൾ ഗൗരവത്തിൽ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് കീഴിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടുകൂടി മുവഹിദുകളായിക്കൊണ്ട് സുന്നത്തിനെ മുറുകെ പിടിച്ച് ഞാനൊരു മുവഹിദാണെന്ന് തന്റേയത്തോടുകൂടി പറയാൻ സാധിക്കുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മൾ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ഫضല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിയൽ ഹാജാത്ത്. اللهم طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.